കോഴിക്കോട് താമരശ്ശേരി വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഗുണ്ടാ ആക്രമണം. താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപത്തെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിലാണ് അക്രമം. താമരശ്ശേരി പോലീസ് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേഘ മാധവൻ വിവരങ്ങൾ നൽകാനുണ്ട്. മേഘ, ഇതെന്താണ് സംഭവം? ആരൊക്കെ തമ്മിലാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്? എന്താണ് ഇതിന് ആധാരമായത്? അന്ന, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപത്തെ വഴിയോര വിശ്രമ കേന്ദ്രം ടേക്ക് എ ബ്രേക്കിന് സമീപത്ത് പ്രവർത്തിക്കുന്ന കോഫി ഷോപ്പിൽ ആക്രമണം ഉണ്ടായത്. ഗുണ്ട ആക്രമണം എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ കോഫി ഷോപ്പിലേക്ക് രണ്ടാളുകൾ ബ്രോസ്റ്റഡ് വേണം എന്നാവശ്യപ്പെട്ട് എത്തുന്നു. എന്നാൽ ഏകദേശം 12 മണി കഴിഞ്ഞിരുന്നു സമയം എന്നതാണ് ഈ ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. ബ്രോസ്റ്റഡ് നൽകാൻ സാധിക്കില്ല, കടയിൽ ഇല്ല എന്ന് കടയിലെ ആളുകൾ പറഞ്ഞതിനെ തുടർന്ന് അത് കിട്ടിയേ മതിയാവൂ എന്ന് ഇവർ ആവശ്യപ്പെടുന്നു. അതിന് പിന്നാലെ തന്നെ ഒരു പ്രകോപനവും കൂടാതെ തന്നെ ഈ എത്തിയ ആളുകൾ മർദ്ദിക്കുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മർദ്ദനത്തിൽ ഈ കട ഉടമ വിമുക്ത ഭടനും പൂനൂർ സ്വദേശിയുമായ സയ്യിദിനും ഒപ്പം കടയിലെ ജീവനക്കാരനായ അസം സ്വദേശിക്കും പരിക്കേറ്റ സാഹചര്യം കൂടിയുണ്ട്. ഒരു പ്രകോപനവും ഇല്ലാതെ തന്നെ ഈ എത്തിയ ആളുകൾ മർദ്ദിക്കുകയായിരുന്നു. 2 പേരാണ് എത്തിയത്. അതിനു പിന്നാലെ മറ്റു പുറത്തു നിന്നെത്തിയ ആളുകൾ കൂടി തങ്ങളെ ആക്രമിച്ചു എന്നതാണ് ഈ കട ഉടമ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും താമരശ്ശേരി പോലീസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി 2 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഈ ആളുകളുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. അറസ്റ്റ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പരിക്കേറ്റ 2 പേരും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CCTV ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു വരികയാണ്. നിലവിൽ ഈ 2 പേരെയും ചോദ്യം ചെയ്തു വരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. മേഘ, ഈ കടയിൽ ആക്രമണം നടന്നപ്പോൾ ഈ 2 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവരുടെ ഇപ്പോൾ നില എങ്ങനെയാണ്? കാര്യമായ പരിക്കുകളുണ്ടോ? കടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? അന്ന, ഗുരുതരമായ പരിക്ക് 2 പേർക്കും ഇല്ല. കൈക്കും മുഖത്തിനും കഴുത്തിനുമൊക്കെ ആയിട്ടാണ് പരിക്കേറ്റത്. ചികിത്സ തേടി പിന്നീട് അവർ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സാഹചര്യം കൂടെ ഉണ്ടായി. ഈ കടയ്ക്കും, അതായത് കട പൂർണ്ണമായും അടിച്ചു തകർക്കുന്ന നിലയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. വലിയ തരത്തിലുള്ള നാശനഷ്ടം നിലവിൽ കടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് എത്രയാണ് അതിൻ്റെ തോത് എന്നത് കൃത്യമായി വിലയിരുത്തിയിട്ടില്ല. ഏതായാലും നിരവധി സാധനങ്ങളൊക്കെ തന്നെയും അടിച്ചു തകർക്കുന്ന നിലയിലേക്കൊക്കെ തന്നെയും കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ കട ഉടമയും ആസാം സ്വദേശിയും മാത്രമാണ് ആ സമയത്ത് ഈ കോഫി ഷോപ്പിൽ ഉണ്ടായിരുന്നത്. ഒരു പ്രകോപനവും കൂടാതെ ബ്രോസ്റ്റഡ് ഇല്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ അത് കിട്ടിയേ മതിയാവൂ, അത് കിട്ടിയാൽ മാത്രമേ ഈ കടയിൽ നിന്ന് പോവുകയുള്ളൂ എന്നിവർ പറയുകയും പിന്നീട് ആക്രമണത്തിലേക്ക് കടക്കുകയുമായിരുന്നു എന്നതാണ് കട ഉടമ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും താമരശ്ശേരി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. ശരി, കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. വഴിയോര വിശ്രമ കേന്ദ്രത്തിന് ഗുണ്ട ആക്രമണം. ബ്രോസ്റ്റഡ് ചിക്കൻ വേണമെന്നാവശ്യപ്പെട്ട് 12 മണിക്ക് ശേഷം കടയിലെത്തുന്ന ആളുകൾ ഉണ്ടാക്കിയ പ്രശ്നത്തിൽ നിന്നാണ് 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ആശുപത്രിയിലായിരിക്കുന്നത് 2 പേരെ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മേഘ മാധവൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.